Hi all, welcome to pre and post market analysis. It's me Rahul Bashir, your forex mentor. സോ ഇന്നലെ നമ്മൾ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും പറഞ്ഞിട്ടായിരുന്നു മാർക്കറ്റിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത്. ആൻഡ് ഇന്നത്തെ ഗോൾഡ് ആൻഡ് യൂറോ യൂഎസ്ഡിയുടെ എന്തൊക്കെയാണ് ഇനി വരുന്ന മൊമെൻറ്റ്സും ഏതൊക്കെ ഏരിയയിൽ നിന്ന് ബൈ ആൻഡ് സെല്ല് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്നലെ ഒരു സെൽ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എക്സാക്ട്ലി ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ടാർഗറ്റ് ഇന്നലെ ഈവനിങ് ഒരു 8 o'clock ആയപ്പോഴേക്കും ആ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് അബൌട്ട് 1:4 RR അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിലുള്ളൊരു പ്രീമിയം സിഗ്നൽസ് നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ജസ്റ്റ് TMA എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ സപ്പോർട്ടിംഗ് ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൻ്റെ അനലൈസിലേക്ക് പോവാം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഇന്നലത്തെ ഒരു ക്യാൻഡിൽ നല്ലൊരു ബാരിഷ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തത്. ആൻഡ് പ്രീവിയസ് ഡേയുടെ ലോ നല്ല രീതിയിൽ ബ്രേക്കും ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇനി താഴത്തേക്ക് ഒരു സെല്ല് തന്നെയാണ്, ഒരു സെല്ലിംഗ് വ്യൂവിൽ തന്നെയാണ് നിൽക്കുന്നത്. ആൻഡ് ഇന്ന് കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീവിയസ് ഡേയുടെ ലോ എടുത്തതിന് ശേഷം മുകളിലേക്ക് ഒരു മൊമെൻറ്റം പോയത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. സോ ഈ ഒരു മൊമെൻറ്റമാണ് അവിടെ മുകളിലേക്ക് പുഷ് ചെയ്തിരുന്നത്. സോ നമ്മൾ ഇനി അടുത്തത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന ഒരു ലെവലിൽ നിന്ന് ഒരു സെൽ ഓഫ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഈ കാണുന്ന ഒരു 4275 എന്ന് പറഞ്ഞ ഒരു ഓർഡർ ഫ്ലോ അവിടെ അൺമിറ്റിക്കേറ്റഡ് ആയിട്ട് പെൻഡിങ് ആണ്. സോ ആ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇനി അടുത്ത ഒരു ന്യൂയോർക്ക് സെഷൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സെഷൻസിൻ്റെ ഹൈ എടുത്തതിന് ശേഷം ഒരു പ്രോപ്പർ സെൽ സെറ്റപ്പ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ലെവൽ വരെ സെല്ല് നോക്കാവുന്നതാണ്. സോ എപ്പോഴും ഫസ്റ്റ് ടാർഗറ്റ് 4310 എന്ന് പറഞ്ഞ ലെവലിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ ആൻഡ് ന്യൂയോർക്കിൽ ഒരു സെഷൻസിൻ്റെ ഹൈ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്ലൈ ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഒരു സെല്ല് തന്നെ മാർക്കറ്റിൽ നോക്കാം. ആൻഡ് അറ്റ് എ മൊമെൻറ്റ് ഞാനൊരു ബൈ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സെല്ല് നോക്കുന്നതായിരിക്കും ഗോൾഡിൽ ബെറ്റർ. സോ നമുക്കിനി യൂറോ യൂഎസ്ഡിയിലേക്ക് പോവാം. സോ യൂറോ യൂഎസ്ഡിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി കാണാൻ പറ്റും പ്രൈസ് അത്യാവശ്യം ഒരു നല്ല രീതിയിലുള്ളൊരു ബുള്ളിഷ് മൊമെൻറ്റം ഇന്നലെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാണുന്ന ഒരു 1 hourൻ്റെ പ്രൈസ് കളക്ട് ചെയ്തതിന് ശേഷം, അതായത് 1 hourൻ്റെ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ അത് കളക്ട് ചെയ്തു. അതിന് ശേഷം താഴെ ഈ കാണുന്ന ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ലെവലിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം പ്രൈസ് പിന്നെയും മുകളിലേക്ക് പോയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് എക്സാക്ട്ലി ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏരിയ. സോ ആ ഏരിയയിലേക്ക് വന്നു, ലോ ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് ഇപ്പോൾ മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെ യൂറോ യൂഎസ്ഡിയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 1.1622 എന്ന് പറഞ്ഞ ലെവലാണ്. ഇപ്പോൾ മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റ് ഈ കാണുന്ന ഒരു ലെവലിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബൈയിങ് തന്നെ നോക്കാവുന്നതാണ്. സോ ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ആയതിനു ശേഷമാണ് താഴത്തേക്ക് ഡ്രോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് ബെറ്റർ ബൈ നോക്കുന്നത് നല്ലതല്ല. കാരണം ഇത് മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയയാണിത്. സോ അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ എത്തിയതിന് ശേഷം പ്രൈസ് ഡ്രോപ്പ് ആവാനുള്ള ചാൻസും ഭയങ്കര കൂടുതൽ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എത്തുന്നതിന് മുമ്പാണ് ഈ ഒരു പ്രൈസിലേക്ക് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബൈ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതല്ല ഈ ഏരിയ എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ സെല്ല് നോക്കുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം കുറച്ച് നല്ല രീതിയിലുള്ള റീട്രേസ്മെൻറ്റിൻ്റെ ചാൻസസും കൂടുതലുള്ള ഒരു ഏരിയയാണ് ഇത് തന്നെ. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ ഗോൾഡ് ആൻഡ് യൂറോസ്ഡി. നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.